ഏതാനും ആഴ്ചകൾക്ക് മുൻപ് വലിയ ചർച്ചയായ ഒരു വിഷയമാണ് ഭാരതീയ ജനതാ പാർട്ടി കേരള ഘടകവുമായി ബന്ധപ്പെട്ട ഫണ്ട് തട്ടിപ്പ് എന്ന് പറയുന്ന ആരോപണം. തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പല നേതാക്കളും ചില നേതാക്കളൊക്കെ തന്നെ ഇത്തരത്തിൽ ഫണ്ട് തട്ടിപ്പിന് കൂട്ടുനിന്നു, അല്ലെങ്കിൽ അവർ ഫണ്ട് തട്ടിച്ചു എന്ന തരത്തിലാണ് ആരോപണങ്ങളും പരാതികളും ഒക്കെ തന്നെ വന്നത്. ഇത് കേരളത്തിലെ മാധ്യമങ്ങൾ വലിയ തോതിൽ ഏറ്റെടുക്കുകയും വലിയ ചർച്ചയാവുകയും ചെയ്തു. BJP നേതാക്കൾ ഇത് സംബന്ധിച്ച് കൃത്യമായ വിശദീകരണങ്ങളും കാര്യങ്ങളുമൊക്കെ നൽകി എങ്കിലും ഇത് വീണ്ടും ഇത് മാധ്യമങ്ങളിലും അതുപോലെ സമൂഹ മാധ്യമങ്ങളിലുമൊക്കെ കുറേ നാൾ കൂടി ചർച്ചയായി. പിന്നീട് മറ്റു വിഷയങ്ങൾ വന്നപ്പോൾ, പിന്നീട് പ്രകൃതി ദുരന്തവും മറ്റു കാര്യങ്ങളും വെള്ളപ്പൊക്കവും ഒക്കെ വന്നപ്പോൾ ഈ ഒരു വിഷയം അങ്ങനെ മാധ്യമങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ ചർച്ചകളിൽ നിന്ന് അകന്നു പോവുകയും ചെയ്തു. ഇത്തരത്തിൽ ഏതെങ്കിലും രീതിയിൽ ഈ BJPയുടെ തെരഞ്ഞെടുപ്പ് ഫണ്ട് വെട്ടിപ്പുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും നേതാക്കൾ അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ശക്തമായ നടപടി ഉണ്ടാകും എന്ന ഒരു മുന്നറിയിപ്പാണ് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അല്പസമയം മുൻപ് നൽകിയത്. ഇതിനിടയിൽ ഏഷ്യാനെറ്റ് ന്യൂസ് റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്തയുണ്ട്. അതായത് BJP കോർ കമ്മിറ്റി യോഗത്തിൽ 2 നേതാക്കൾക്കെതിരെ അതിശക്തമായ വിമർശനമുണ്ടായി. വി മുരളീധരൻ MLA ആണ് ഈ ഒരു വിമർശനം ഉന്നയിച്ചത്. അതിനുള്ള മറുപടിയായിട്ടാണ് രാജീവ് ചന്ദ്രശേഖർ ഉപ്പ് തിന്നവൻ ആരായാലും അത് വെള്ളം കുടിക്കും എന്ന് പറഞ്ഞ് വെച്ചത്. ഈ വിഷയം BJPയുടെ ഒരു സ്വാഭാവികമായ അവരുടെ ഒരു ആഭ്യന്തര കാര്യമായി മാത്രമേ ഇപ്പോൾ ചർച്ചയാകുന്നുള്ളൂ. ഇത്തരത്തിൽ, കാരണം അവരുടെ പാർട്ടിയുടെ ഫണ്ടാണ്, അവരുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥികളുടെ പ്രവർത്തനത്തിനും ഒക്കെ കൊണ്ടുവന്ന ഈ ഒരു ഫണ്ട്, ഇത് കൃത്യമായി ഇത് പ്ലാൻ ചെയ്ത് BJPയുടെ ഒരു വിഭാഗത്തിനെതിരെ മറ്റൊരു വിഭാഗം നടത്തുന്ന ഒരു ആരോപണം അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി ഉണ്ടാക്കൽ നടപടിയാണ് എന്ന തരത്തിൽ പോലും വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഇതിപ്പോൾ ആര് ചെയ്താലും ശക്തമായ നടപടി ഉണ്ടാകണം. ഒരു പാർട്ടി സംവിധാനത്തിന് കീഴിൽ പ്രവർത്തിക്കുമ്പോൾ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു സംസ്ഥാനത്തിന് ഒരു ഫണ്ട് ലഭിക്കുമ്പോൾ ആ ഫണ്ടിൽ പലതും പറഞ്ഞ് അല്ലെങ്കിൽ പലതും ചെയ്ത് വെട്ടിക്കാൻ ശ്രമിക്കുന്നത് ഏത് പാർട്ടിയായാലും, അത് BJP എന്നല്ല, കോൺഗ്രസ് ആയാലും ശരി, കമ്മ്യൂണിസ്റ്റ് പാർട്ടികളായാലും ശരി, അത്തരത്തിൽ ചെയ്യുന്നത് ഒരിക്കലും ഒരു തെരഞ്ഞെടുപ്പ് ജനാധിപത്യ രീതിയിലുള്ള മര്യാദയല്ല. തീർച്ചയായിട്ടും അതിൽ ഉൾപ്പെട്ട നേതാക്കന്മാർ ആരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ അതാരായാലും അവർക്കെതിരെ നടപടിയെടുക്കും എന്ന് അസന്നിഗ്ധമായിട്ട് പാർട്ടി BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ വ്യക്തമാക്കിയിരിക്കുന്നു എന്നത് തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ട് കാണേണ്ട ഒരു കാര്യമാണ്. സ്വന്തം പാർട്ടിയിൽപ്പെട്ടവരായാൽ പോലും ഏത് നിലപാടും സത്യസന്ധമായിരിക്കണം, ഏതൊരു ഇടപാടും സത്യസന്ധമായിരിക്കണം, സുതാര്യമായിരിക്കണം. അത്തരത്തിൽ സ്വന്തം പാർട്ടിയിൽ ആ ഒരു സുതാര്യതയും വിശ്വാസവും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ തീർച്ചയായിട്ടും ജനങ്ങളോട്, നാടിനോട് അത് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നുള്ള ഒരു സ്വാഭാവികമായ നീതിബോധം എല്ലാ നേതാക്കൾക്കും വേണ്ടതാണ് എന്നാണ് പറഞ്ഞു വയ്ക്കുന്നത്. ആ രീതിയിൽ തന്നെ പോകണം. കൃത്യമായ ആഭ്യന്തര അന്വേഷണം പാർട്ടിക്കുള്ളിൽ നടത്തണം. ആ രീതിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഫണ്ട് വെട്ടിപ്പോ മറ്റ് സംഭവവികാസങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരായി തീർന്നവരെ അല്ലെങ്കിൽ അതിൽ ഇടപെട്ടവരെയൊക്കെ തന്നെ അവരെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുകയും ശക്തമായ അന്വേഷണം അവർക്കെതിരെ നടത്തുകയും വേണം. ഈ വിഷയങ്ങളൊക്കെ തന്നെ കേന്ദ്ര നേതൃത്വവുമായി ചർച്ച ചെയ്ത് തീരുമാനം എടുക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. ഈ കാര്യങ്ങൾ വീണ്ടും മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. പലരും പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. കേന്ദ്ര നേതൃത്വത്തിൻ്റെ കൂടി ഒരു നിർദ്ദേശത്തോടു കൂടി, അവരുടെ അംഗീകാരത്തോടു കൂടി കൂടുതൽ നടപടികളിലേക്കും അന്വേഷണങ്ങളിലേക്കും ഭാരതീയ ജനതാ പാർട്ടി കേരള ഘടകം എത്തും എന്ന് തന്നെയാണ് ഇപ്പോൾ സംസ്ഥാന അധ്യക്ഷൻ പരോക്ഷമായിട്ട് പറഞ്ഞു വയ്ക്കുന്നത്.